ആനയ്ക്ക് കരിമ്പും തണ്ണിമത്തനും ഒക്കെ കൊടുക്കുവാണ്. ഇത് കണ്ടില്ല, നമ്മളെ പുറ്റിങ്ങൽ ക്ഷേത്രത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു മാടൻ ഭഗവാൻ ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെ വന്ന് വണങ്ങിയിട്ട് പോകുന്ന കാഴ്ചയാണ്. ഇപ്പം നമ്മുടെ ദേവീ സന്നിധിയിലെത്തി. പുറ്റിങ്ങൽ ദേവീ സന്നിധിയിൽ ദേവിയെ വണങ്ങുന്ന കാഴ്ചയാണ്. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല സൂപ്പർ വൈബ്. നിങ്ങളൊക്കെ ഇവിടെ പറ്റുമെങ്കിൽ വരണം ഉത്സവത്തിന് വൈകിട്ട് കാണാനായിട്ട്. കിടുക്കാച്ചിയാണ്, കിടുക്കാച്ചി. വൈകിട്ട് പൂരമാകുമ്പം തകർക്കും. കണ്ടോ, ഇവിടെ ഒരു ആനയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഈ ബൈക്ക് വാഷ് ചെയ്യുന്ന സ്ഥലത്ത്. ഇവിടെ കണ്ടില്ലേ, റോഡൊക്കെ ബ്ലോക്കാണ്. സംഭവം ബ്ലോക്ക് വേറൊന്നുമല്ല, നമ്മളെ പാമ്പാടി രാജനും അമ്പാടി ബാലനും നമ്മുടെ തൃക്കടവൂർ ശിവരാജും ഒക്കെ വരുന്ന വരവിനാണ് ഈ റോഡൊക്കെ ബ്ലോക്കായിരിക്കുന്നത്, ആനയെ കാണാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഓക്കെ, എല്ലാവരും ആനയെ കാണാനുള്ള ഇതാണ് വെച്ചാൽ ഈ നാട്ടില്, നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ആനയും ഇവിടെ വരുന്നുണ്ട്. അമ്പാടി ബാലൻ കണ്ടില്ലേ, അമ്പാടി ബാലനാണ് ഇത്. കണ്ടില്ലേ എന്തൊരു തിരക്കുന്നു. ഇവിടെ ഇങ്ങനെ ആനയുടെ കുളി നടന്നുകൊണ്ടിരിക്കുവാണ്. നമുക്ക് അപ്പുറത്തോട്ട് പോയി ബാക്കിയുള്ള ആനയെ കൂടെ ഒന്ന് കാണാം. ഇല്ലേ, അപ്പൊ ചൂടല്ലേ, അപ്പൊ ഇങ്ങനെയൊക്കെ കുളിപ്പിച്ചാലേ രക്ഷയുള്ളൂ. ഇവിടെ ഇപ്പൊ 2-3 ആനയെ നടത്തി അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പാമ്പാടി രാജടക്കം കുറെ ആന ഇവിടെ ഉണ്ട്. ഒരു 3 ആനയെ അടുപ്പിച്ചിപ്പോ ഇങ്ങോട്ട് നടന്ന് കൊണ്ടുപോകുന്നു. ഏതൊക്കെ ആനയാണെന്ന് ഒരുപാട് ആനയുള്ളതുകൊണ്ടേ കണ്ടോ. ഏതൊക്കെ ആനയെന്ന് അറിയാൻ വയ്യ, കുറെ ആനയുണ്ട്. ഈ റോഡ് മൊത്തം ഇപ്പം ബ്ലോക്കാണ് കണ്ടോ. ഇവിടെ ഈ ഫ്രണ്ടിൽ കിടക്കുന്നത് പാമ്പാടി രാജൻ കേട്ടോ. അത് കണ്ട ടൂറിസ്റ്റ് ബസ് എന്നേ പറയൂ. കണ്ടില്ലേ, നമുക്ക് നടന്നുപോയ ആനയുടെ പിറകെ ഒന്ന് പോവാം. നമ്മളെ എൻ്റെ വണ്ടി അവിടെ ഇരിക്കുക, എല്ലാം കൂടി ബ്ലോക്കായി ഇതാവുന്നതോ. നമ്മുടെ ചിറക്കൽ കാളിദാസൻ, പാമ്പാടി രാജൻ, പിന്നെ നമ്മുടെ ഗുരുവായൂരിൽ നിന്നുള്ള ഒരു ആനയും കൂടി ഉണ്ട് കേട്ടാ. അപ്പം കുറെ ആനകളുണ്ട്. പാമ്പാടി രാജ അവിടെ നിൽക്കുന്നേ ഉള്ളു. പിന്നെ ഇത് ചിറക്കര ശ്രീരാമൻ കാളിദാസനും ഒക്കെ ആണെന്നാണ് പറയുന്നത്, ഈ നടന്നു പോകുന്ന ആനകൾ. കൃഷ്ണൻ നാരായണൻ എന്നാണ് ഗുരുവായൂർ ആനയുടെ പേര്. ബ്ലോക്കായി, അതാണ് ഇവിടെ അനൗൺസ് ചെയ്യുന്നത്. അത് ആറ്റിങ്ങൽ കാളിദാസൻ കൈ കാണിക്കുന്നണ്ട, വണ്ടിയിൽ നിന്ന് പുറത്ത് ആനയ്ക്ക് കൈ കാണിക്കുന്നതാണ്. ഹായ്, കണ്ടില്ലേ എല്ലാവർക്കും ടാറ്റ കൊടുക്കുന്നത്. ഇവരൊക്കെ ടാറ്റ വണ്ടിയിൽ നിന്ന് ഇറക്കിച്ചു. കൃഷ്ണൻ നാരായണ ഗുരുവായൂർ ആനയാണ്. പൂരത്തിന് വന്ന ആനകളാണ്. മനക്കൽ നന്ദൻ, കൊച്ചിങ്ങലമ്മയുടെ മഹോത്സവ പെരുമ വന്നെത്തുമ്പോൾ ഈ സുദിനത്തെ ഇരുകയും നീട്ടി വരവേൽക്കുവാൻ ഒരുങ്ങി കഴിഞ്ഞു ഞങ്ങൾ. കാലത്തിന്റെ ചരിത്രത്തിലെല്ലാം ആവേശത്തിന്റെ പെരുമ നിറച്ച ദേവീ ഭക്തർ
തലയെടുപ്പിന്റെ കൊലകൊമ്പന്മാര് കണ്ടല്ലേ, അടിപൊളിയോ. വരവൂർ ആ ഒരു റൗണ്ടിൽ നിൽക്കുവാണ്, കണ്ടില്ലേ, എന്റെ പിറകെ ആന ഇങ്ങനെ റൗണ്ട് അടിച്ച് വരുവാണ്. അടിപൊളി കാഴ്ച. ആന ഇങ്ങനെ വണങ്ങുന്ന കാണാൻ ഒരു പ്രത്യേക രസമാണല്ലേ. ആന ഇങ്ങനെ കാലൊക്കെ പൊക്കി, കണ്ടില്ലേ, അടിപൊളി. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ വണങ്ങുന്ന ആ ഒരു കാഴ്ച കാണാനായിട്ട്. ആൾക്കാരൊക്കെ കൈയടിയുമ്പോഴൊക്കെയാണ് കേട്ടോ. ഉയരം നോക്കിയാണ് ആനയെ കാണാൻ. ആനയുടെ വരവേൽപ്പാണ് മുകളിൽ ഹെലിക്യാമും വെച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അമ്പം വരവേൽപ്പ്. ഇപ്പം ഈ ജനമെങ്കിൽ വൈകുന്നേരം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പൂര സമയത്ത് എന്തുമാത്രം ജനമായിരിക്കുമെന്ന്. ഇപ്പം തന്നെ ഈ പൂരപ്പറമ്പ് മൊത്തം ആളായി. ഇവിടെ ഈ വൃത്തിയാക്കുന്നവർക്ക് ഒരു സല്യൂട്ട് കൊടുക്കണം കേട്ടോ. എന്ന് വെച്ചാൽ ഇന്നലെ ഇവിടെ മരമെടുപ്പും അതുമൊക്കെ നടന്ന് ഒരുപാട് വേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ചൂട്ടും അങ്ങനെ അതിൻ്റെ വേസ്റ്റൊക്കെ ഇവർ വൃത്തിയാക്കുന്നുണ്ട്. ഒരു 3 പേരോളം കണ്ട. അങ്ങനെ നമ്മുടെ ദേവിയെ വണങ്ങിയിട്ട് നമ്മുടെ കൊമ്പന്മാർ ഇതാ ഇങ്ങനെ പോകുന്നുണ്ട. അപ്പോൾ അവർ തിരിച്ച് അവരോരോ ആ ചേരിയിലോട്ട് അങ്ങോട്ട് പോവുകയാണ്. ഓരോരുത്തർ സ്പോൺസർ ചെയ്തിരിക്കുന്ന ആരാണോ അവരുടെ അങ്ങോട്ട് പോയി. ഇത് കൂനയിൽ ചേരിയാണ്, അങ്ങോട്ട് പോവുകയാണ്. കണ്ടില്ലേ, നമ്മളെ ടാറ്റ കാണിക്കുന്നുണ്ട. അപ്പം ഇത് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുവാണ്. ഒരാളുകൂടെ അടുത്ത ആനയും വരുന്നുണ്ട്. ടോട്ടല് ഒരു 3 ആനയോളം ഉള്ളത്. ഇനിയിപ്പോ പാമ്പാടി രാജൻ വരാൻ പോണേ ഉള്ളൂ. അടുത്തതായിട്ട് വരാൻ പോകുന്ന ആനയാണ് പാമ്പാടി രാജൻ. അപ്പം പാമ്പാടി രാജനെ കാത്തതായി ഇവിടെ കുറെ പേര് തണ്ണിമത്തനൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. നമുക്ക് നോക്കാം. കണ്ടില്ലേ, തണ്ണിമത്തനും കരിമ്പൊക്കെ ആയിട്ട് കുറെ പേര് ഇവിടെ നിൽപ്പുണ്ട്. എല്ലാവരും സെറ്റാണ്. പാമ്പാടി രാജൻ അവിടെ എത്തിയിട്ടുണ്ട്. പാമ്പാടി രാജൻ അതിഗംഭീര സ്വീകരണത്തോട് പാമ്പാടി രാജൻ. പുറകിലൊരു 3 ആനയും കൂടി ഉണ്ട്. നാരായണൻ കുട്ടി. ഒരു ഫ്രെയിമിൽ എത്ര ആനയെ നോക്കി. പാമ്പാടി
പാമ്പാടി രാജൻ. ആനയ്ക്ക് ഇങ്ങനെ ജയ് വിളിക്കുന്ന ഞാൻ ഇപ്പം ആദ്യമായിട്ടാണ് കാണുന്നത്. ആനയ്ക്കൊക്കെ ജയ് വിളിക്കുന്നത് ഞാൻ എന്ന് വെച്ചാൽ ആനയുടെ ഇങ്ങനെ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു ചാനലിൽ ഷൂട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഇത്രയും ഒരു വലിയൊരു ഒരുപാട് ആനയുള്ളൊരു വീഡിയോ എന്ന് വെച്ചാൽ ഗജമേളയൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇങ്ങനെ ഒരു വരവേൽപ്പ്, ഇത്രയും അതിഗംഭീരമായിട്ടുള്ള വരവേൽപ്പ് ആദ്യമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുകൊണ്ട് സന്തോഷമുണ്ട്. കണ്ടില്ലേ? അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ ഈ വീഡിയോ കാണണം, ഫുൾ വീഡിയോ കാണണം. ഇപ്പം ചെറിയ ഷോർട്സൊക്കെ കാണുന്നവരും ഫുൾ വീഡിയോ ഒക്കെ കാണണം കേട്ടോ. അടിപൊളിയാണ്, ഫുൾ വീഡിയോ കാണണം. ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം നമ്മുടെ ചാനലിൽ. സബ്സ്ക്രൈബും ലൈക്കും ഒന്ന് ഒരാൾക്ക് ഷെയറൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ. കണ്ടില്ലേ? അവർ പോവുകയാണ്. അപ്പം നമ്മുടെ പുറ്റിങ്ങൽ പൂരം അതിഗംഭീരമാകും എന്നുള്ളതിന് ഇതിൽ കൂടുതൽ വേറൊരു തെളിവും വേണ്ട. ഇപ്പം പൂരം വൈകിട്ടാണ്, എന്നിട്ട് ആനയുടെ ഈ ഒരു സ്വീകരണം തന്നെ പൂരത്തെക്കാളും അതിഗംഭീരമായിട്ട് ഇവിടെ ജനങ്ങൾ കൊണ്ടാടി. നാട്ടുകാരെല്ലാം ഒരേ കണക്ക് ദൂരെ നിന്നൊക്കെ ഒരുപാട് പേര് ഈ ആന വരുന്നത് കാണാനായിട്ടൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പാമ്പാടി രാജനടക്കം ഒരുപാട് വലിയ ആനകളുണ്ട്. നമ്മളെ കടവൂർ ശിവരാജു, അങ്ങനെ പേരെടുത്ത് പറയണ നമ്മുടെ ഗുരുവായൂരിന്നുള്ള ആന, അങ്ങനെ ഒരുപാട് ആനയുണ്ട്. ഞാൻ ഓരോന്നും പേരെടുത്ത് പറയുന്നില്ല, ഒരുപാട് ആന ഉള്ളതുകൊണ്ട്. അപ്പം കേരളത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ആനകൾ ഇവിടെ ഇന്ന് എത്തിയിട്ടുണ്ട്. വൈകിട്ട് പൂരം പൊളിക്കും. അപ്പം പൂരത്തിൻ്റെ കാഴ്ച വേറൊരു എപ്പിസോഡായിട്ട് വരുന്നുണ്ട്. ഇറ്റ്സ് മീ സുകേഷ് സുകുമാരൻ സൈനിങ്. പുതുപ്പള്ളി സാധു കണ്ട അടിപൊളി. ഇടയ്ക്കിടയ്ക്ക് ഷൂട്ടിംഗ് നടത്തി പോകാന്ന് വിചാരിക്കുമ്പോൾ അടുത്ത ആന വന്നുകൊണ്ടിരിക്കുവാണ്.